അമേരിക്ക ഇറാൻ ഒരു സന്ദേശം നൽകുകയാണ്. തങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഉന്മൂലനാശം ചെയ്യും. എന്തുകൊണ്ട് ഇറാൻ പിന്മാറുന്നു? ഇറാൻ മാറി മാറി നിൽക്കുന്നു, താല്പര്യം കാട്ടുന്നില്ല. കൃത്യമായ ഉത്തരമല്ലേ? സ്വന്തം ജനത സ്വന്തം രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ തങ്ങൾ വന്ന് രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ ആ രക്ഷകനെ രണ്ട് കൈയും നീട്ടി അങ്ങ് സ്വീകരിക്കാൻ തക്ക ഒരു മനസ്സല്ല ഇറാന്റെ ജനതയ്ക്ക്. അത് ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത കരയിലെ സേനാ വിന്യാസമാണ് ആത്യന്തികമായി ഇറാന്റെ കരുത്ത്. ഡോക്ടർ മോഹൻ വർഗീസ്, അമേരിക്കയുടെ USS ജോർജ് W. ബുഷ് പടക്കപ്പൽ വ്യൂഹം പശ്ചിമേഷ്യയിൽ എത്തിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ അത് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഇതോടെ ഈ ഒരു മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കൂറ്റൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം 3 ആയിരിക്കുകയാണ്. ഫെബ്രുവരി അവസാനം ഇറാനെതിരെ ആരംഭിച്ച US-ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ 3ാമത്തെ വിമാനവാഹിനി കപ്പലിന്റെ വിന്യാസം എന്നത് ശ്രദ്ധേയമാണല്ലോ. ഈ യുദ്ധക്കപ്പലുകൾക്കൊപ്പം പിന്തുണയ്ക്കായി മറ്റ് നിരവധി സായുധ കപ്പലുകൾ കൂടി ഈ ഒരു മേഖലയിലുമുണ്ട്. ഇതിലൂടെ പശ്ചിമേഷ്യയിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമാക്കാനാണോ അമേരിക്ക ലക്ഷ്യമിടുന്നത്? താങ്കൾ എങ്ങനെയാണ് ഈ ഒരു പടപ്പുറപ്പാടിനെ നോക്കിക്കാണുന്നത്? നിലവിൽ 2 വിമാനവാഹിനി കപ്പലുകൾ യുദ്ധ മേഖലയ്ക്ക് തൊട്ട് പുറത്തുണ്ട്. അത് USS എബ്രഹാം ലിങ്കൺ, അതുപോലെ USS ജെറാൾഡ് ഫോർഡ്. ഇപ്പോൾ ഇതാ 3ാമത് ഒരു വിമാനവാഹിനി കപ്പൽ കൂടി, അതും ഒരു മുൻ പ്രസിഡന്റിന്റെ പേരാണ്, ജോർജ് W. ബുഷ്. ആ പേരുള്ള വിമാനവാഹിനി കപ്പൽ കൂടി വരികയാണ്. അതിനുള്ള പ്രധാന കാരണം, ഒന്ന്, യുദ്ധം അവസാനിക്കുമെന്ന സൂചനയുണ്ടെങ്കിൽ മറ്റൊരു കപ്പൽ കൂടി അയച്ചിട്ട് കാര്യമില്ല. 2, അമേരിക്കയ്ക്ക് ഒരു ശക്തമായ മേധാവിത്വം ഓൾറെഡി ഉണ്ടെങ്കിൽ നിലവിലുള്ള വിന്യാസം കൊണ്ട് തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. 3, അമേരിക്ക ഇറാൻ ഒരു സന്ദേശം നൽകുകയാണ്. തങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് ഉന്മൂലനാശം ചെയ്യും. അതിന് കര അനുവദിച്ചു തന്നില്ല എങ്കിൽ, അതായത് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ താവളങ്ങൾ തങ്ങൾക്കായി തുറന്നു തന്നില്ലെങ്കിൽ, തങ്ങൾ ആരുടെയും സഹായമില്ലാതെ പടക്കപ്പലുകളിൽ നിന്ന് തന്നെ പറന്നുയരുന്ന വിമാനങ്ങൾ തങ്ങൾക്ക് വേണ്ടി ദൗത്യം നിർവഹിക്കും. കരയിലേക്ക് പ്രവേശിക്കാനും തങ്ങൾ മടിക്കില്ല. 5000-ഓളം നാവികരാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇവരൊക്കെ കരയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു മെറീൻ ഓപ്പറേഷൻസ്, അതിനുവേണ്ടിയൊക്കെ സജ്ജരാക്കപ്പെട്ട ആളുകളും ഉണ്ടാവും ഇതിനകത്ത്. അപ്പോൾ ഇതെല്ലാം കാട്ടുന്നത് അമേരിക്ക മാക്സിമം പ്രഷർ പ്രിൻസിപ്പിൾ ഭയങ്കര ഒരു ഊർജത്തോടെ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ പറയാനാവൂ. ഇതൊരു പ്രിൻസിപ്പിളാണ്. മാക്സിമം പ്രഷർ, നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുക, പരമാവധി ഒരു യുദ്ധ പ്രതീതി ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭയപ്പാടോടുകൂടി ഭയചകിതരായി തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒപ്പിടും. ഇതാണല്ലോ നെഗോസിയേഷൻ അണ്ടർ ഡ്യൂറസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്നേഹിതരൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ചർച്ച പൂർണ്ണ മനസ്സോടെയാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ആയുധങ്ങളെല്ലാം മാറ്റിവെച്ചതിന് ശേഷം, ചുറ്റുപാടും ആളുകളോട് മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം ഗൗരവമായി നെഗോഷിയേറ്റിംഗ് ടേബിളിൽ വന്ന് കൃത്യമായ അജണ്ടയോടുകൂടി 2 കൂട്ടരും അവരവരുടെ പ്രിഫറൻസസ് പറയുകയും എഗ്രി ചെയ്യാവുന്ന കാര്യങ്ങളിൽ എഗ്രി ചെയ്യുകയും എഗ്രിമെൻറ്റിൽ എത്താത്ത കാര്യം മാറ്റിവയ്ക്കുകയും പിന്നീട് ഒരു റൗണ്ട് ചർച്ചയാകാം. എഗ്രി ചെയ്തതെല്ലാം ടിക്ക് ഓഫ് ചെയ്ത് മാറ്റുന്നു, എഗ്രി ചെയ്യാത്തത് അടുത്ത റൗണ്ട് ചർച്ച. ഇതിന് പുറമെ യുദ്ധക്കപ്പലുകൾ കൂടുതൽ കൊണ്ടുവന്നിടുകയാണ്, സന്നാഹങ്ങൾ കൂടുതൽ ഒരുക്കുകയാണ്, ഡെഡ് ലൈൻസ് കൊടുക്കുകയാണ്, ഭീഷണി സന്ദേശം കൊടുക്കുകയാണ്. മര്യാദയ്ക്ക് നിങ്ങൾ ഒപ്പിട്ടില്ല എങ്കിൽ സർവനാശം, തങ്ങൾ പൂർണ്ണമായി കീഴടക്കം ആക്രമിക്കും എന്ന് പറയുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് നെഗോസിയേഷൻ ഇസ് ദർ? എന്തുകൊണ്ട് ഇറാൻ പിന്മാറുന്നു? ഇറാൻ മാറി മാറി നിൽക്കുന്നു, താല്പര്യം കാട്ടുന്നില്ല. കൃത്യമായ ഉത്തരമല്ലേ? ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ കൂടിയാണ്. ഏത് യുദ്ധവും ഒരു ഫിസിക്കൽ വാർഫെയർ എന്നതിനുപരി ഒരു മെൻ്റൽ ഗെയിം കൂടിയാണ്. ഹു വിൽ ബ്ലിങ്ക് ഫസ്റ്റ്? ഇതാണല്ലോ ചോദ്യം. അമേരിക്ക കൺവെൻഷണൽ മാർഗം ഉപയോഗിച്ചാണ് ഇറാനെ നേരിടുന്നത്. ടെക്നോളജിയുടെ കാര്യമല്ല ഉദ്ദേശിച്ചത്, യുദ്ധതന്ത്രം. പരമാവധി പ്രഷർ എന്നത് കൺവെൻഷണൽ തന്ത്രമാണ്. പക്ഷേ ഇറാൻ ഫൈറ്റ് ചെയ്യുന്നത് ഓണറിന് വേണ്ടിയാണ്, അഭിമാനത്തിന് വേണ്ടിയാണ്, നിലനിൽപ്പിന് വേണ്ടിയാണ്. ഒരു റെജീം അത് എത്രത്തോളം ന്യായമെന്നോ അന്യായമെന്നോ ഉള്ള രണ്ടാമത്തെ കാര്യം. ഇപ്പോഴത്തെ ഘടന, ഇപ്പോഴത്തെ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇറാൻ പൊരുതുന്നത്. ഒരു ജനതയെ കൂടെ നിർത്താൻ കഴിയുന്നുണ്ട്. ചിതറി നിന്ന ജനതയെ യുദ്ധം ഒരുമിപ്പിച്ചു എന്ന് പറയുന്നതല്ലേ ശരി? 2025 ഡിസംബറിൽ ഇറാൻ ജനതയുടെ നല്ല പങ്ക് തെരുവിലിറങ്ങി.
ഇറാൻ ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടത്തി. IRGC ഘടനയ്ക്കെതിരെ, മത നേതൃത്വത്തിനെതിരെ, ആയത്തുള്ള അലി ഖമനയുടെ നിലപാടുകൾക്കെതിരെ പോലും ജനം തെരുവിലിറങ്ങി. അമേരിക്ക അത് റീഡ് ചെയ്തതിലാണ് തെറ്റ്. സ്വന്തം ജനത സ്വന്തം രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ തങ്ങൾ വന്ന് രക്ഷിച്ചുകൊള്ളാം എന്ന് പറഞ്ഞാൽ ആ രക്ഷകനെ രണ്ട് കൈയും നീട്ടി അങ്ങ് സ്വീകരിക്കാൻ തക്ക ഒരു മനസ്സല്ല ഇറാന്റെ ജനതയ്ക്ക് എന്ന് വേദനയോടുകൂടി ഞെട്ടലോടുകൂടി അമേരിക്ക മനസ്സിലാക്കിയത് യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ്. നോക്കൂ, ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്, എ വൈസ് റാബിറ്റ് ഫൈൻഡ്സ് ആൻ എക്സിറ്റ് റൂട്ട് ബിഫോർ ഇറ്റ് എൻറ്റേഴ്സ് എ ബെറോ. ബുദ്ധിമാനായ ഒരു മുയൽ ഒരു മാളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ്, തൻ്റേതല്ലാത്ത ഒരു മാളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് വെളിയിലിറങ്ങി വരാനുള്ള വഴിയുണ്ടോ എവിടെങ്കിലും എന്ന് ആലോചിച്ചതിന് ശേഷം, കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ആഴങ്ങളിലേക്ക്, ബെറോ മാളത്തിലേക്ക് പ്രവേശിക്കൂ. അമേരിക്ക എന്താണ് ചെയ്തത്? ഇറാൻ എന്ന മാളത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരയുദ്ധം തുടങ്ങിയിട്ടില്ല, പക്ഷെ ആകാശത്ത് നിന്നുകൊണ്ട് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ എക്സിറ്റ് റൂട്ട് കണ്ടതേയില്ല. ഇറാന്റെ മനസ്സാണ്, ഇറാന്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇറാൻ ജനതയുടെ പോരാട്ടവീര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അമേരിക്കയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇറാൻ ദുർബലമാണ്. ഇറാന്റെ സൈന്യത്തിനും അമേരിക്കൻ സൈന്യത്തിനും തമ്മിൽ യാതൊരു കമ്പാരിസനുമില്ല. നാവിക ശക്തിയുടെ കാര്യത്തിൽ അമേരിക്ക 10 മടങ്ങ് ശക്തമാണ്. ഇറാന്റെ വ്യോമസേന അതീവ ദുർബലമാണ്. ആകെയുള്ളത് കുറേ മിസൈലുകൾ, കുറച്ച് ഗൺബോട്ടുകൾ, ചെറിയ തോതിൽ അന്തർവാഹിനികൾ, പിന്നെ ഉള്ളത് കരയിലെ ശക്തമായ സേനാ വിന്യാസമാണ്. ഒരുപക്ഷെ അത് ഇതുവരെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത കരയിലെ സേനാ വിന്യാസമാണ് ആത്യന്തികമായി ഇറാന്റെ കരുത്ത്. ഇറാന്റെ ഭൂമിയാണ് അതിനേക്കാൾ വലിയ കരുത്ത്. ടോപ്പോഗ്രാഫിക്കൽ യുണീക്ക്നെസ് അല്ലെങ്കിൽ ഇറാഖിന് ഇല്ലാത്തത്. ഒരുപക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ അമേരിക്കയ്ക്ക് പ്രതിബന്ധം സൃഷ്ടിക്കാതെ മുന്നോട്ട് പോകാൻ സഹായിച്ചത് സമതലങ്ങളും ഒക്കെ നിറഞ്ഞ ഭൂമിയാണ്. ഇറാൻ്റെ അങ്ങനെയല്ല, സമതലങ്ങളുണ്ട്, പക്ഷേ പർവ്വതങ്ങൾ, താഴ്വരകൾ, കാടുകൾ എന്ന് വേണ്ട ഊഷരഭൂമി, പ്ലറ്റോ, പീഠഭൂമി എന്ന് വേണ്ട വിവിധങ്ങൾ, തീരപ്രദേശങ്ങൾ, 2 കടലുകൾ, വടക്ക് കാസ്പിയൻ കടൽ, തെക്ക് പേർഷ്യൻ ഗൾഫ്, ഇതെല്ലാം തന്നെ വലിയ സാധ്യതയാണ് ഇറാൻ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്ക 100 വട്ടം ആലോചിച്ച് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സേനാ വിന്യാസം നടത്തുന്നതിന് മുൻപ് ആലോചിക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ചില്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ പിൻവാങ്ങലിനെ കുറിച്ച് അമേരിക്ക ആലോചിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ കഴിയണം, അത് വിശ്വസിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള തത്രപ്പാടിലാണ് അമേരിക്ക ഇപ്പോൾ. ഓക്കെ, ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് സൈനികമായ മുന്നേറ്റങ്ങളിൽ താൻ സംതൃപ്തനാണ് എന്നും അനാവശ്യമായ പ്രകോപനങ്ങളിലേക്ക് നീങ്ങാൻ താല്പര്യമില്ല എന്നുമാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, അതാണ് ഏറ്റവും ശ്രദ്ധേയം. ആണവായുധങ്ങൾ ആരും തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് ബോധോദയം ഉണ്ടായി എന്ന് എടുത്തു പറയേണ്ടി വരും. ഇനി ഇത് തിരുത്തുമോ എന്നറിയില്ല. എങ്കിൽ കൂടി US സൈനിക നടപടികളിലൂടെ ഇറാന്റെ സൈനിക ശേഷി ഇതിനോടകം തന്നെ വലിയ തോതിൽ തകർത്തതായും ട്രംപ് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാനെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിലുപരി ഇറാൻ ഇതിനോടകം ശേഖരിച്ചു വെച്ചിട്ടുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം സുരക്ഷിതമായി കൈക്കലാക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യം കൂടി അമേരിക്കയ്ക്കുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇറാന്റെ ആണവ നിലയങ്ങളിൽ ശേഖരിക്കപ്പെട്ട ഈ യുറേനിയം ബോംബുകളിലൂടെ നശിപ്പിക്കുന്നത് വലിയ റേഡിയേഷൻ ഭീഷണി ഉയർത്തുമെന്നതിനാലും ഈ ഇന്ധനം അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുന്നത് ഇറാന്റെ ആണവ മോഹങ്ങൾക്ക് അന്ത്യം കുറിക്കും എന്നതുകൊണ്ടുമാണ് ട്രംപ് ആണവാക്രമണത്തെ തള്ളിക്കളയുന്നത് എന്നാണ് പല വിദേശകാര്യ നിരീക്ഷകരും അദ്ദേഹത്തിന്റെ ഇന്നത്തെ അഭിപ്രായം കേട്ട ശേഷം വിലയിരുത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവശേഷി സൈനികമായി തകർക്കുന്നതിനൊപ്പം ഈ വിലപ്പെട്ട ഇന്ധനം പിടിച്ചെടുക്കാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ട്രംപ് പറഞ്ഞ മറ്റൊരു കാര്യം, ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ബോട്ടുകളെ വെടിവെച്ചിടാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ സ്ഥാപിക്കുന്ന ഏത് ബോട്ടുകളെയും വെടിവെച്ചിടാൻ US നാവികസേനയ്ക്ക് താൻ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിൽ ഒരു മടിയും പാടില്ല എന്നുകൂടി ട്രംപ് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നുണ്ട്. ഇറാന്റെ 159 കപ്പലുകൾ ഇപ്പോൾ കടലിനടിയിലാണ് എന്നുകൂടി ട്രംപ് പരിഹസിക്കുന്നുണ്ട്. ഹോർമൂസിലെ മൈനുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നും ഇതിന്റെ വേഗം 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ പൂർണ്ണമായി നീക്കം ചെയ്യാൻ 6 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് US പ്രതിരോധ ആസ്ഥാനമായ പെന്റഗൺ ട്രംപിനെ അറിയിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിക്കാതെ ഈ ദൗത്യം ആരംഭിക്കാൻ കഴിയില്ല എന്നുകൂടി
പെന്റഗൺ വിലയിരുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇനി ഈ ചൈനയെ കൂടി അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് വലിച്ചിടാനുള്ള ഒരു ശ്രമം ബോധപൂർവം നടത്തുന്നുണ്ടോ? എണ്ണയ്ക്കും വാതകങ്ങൾക്കും ഇനി സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വേണ്ട എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ അമേരിക്ക എത്തുന്നുണ്ടോ എന്നീ കാര്യങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.